ഏവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം. ജർമ്മൻ നഗരമായ ഡ്രസ്ഡനിൽ എൽബെ നദിയുടെ തീരത്ത് മസ്ജിദിനെ അനുസ്മരിപ്പിക്കുന്ന ഉയർന്ന മിനാരങ്ങളും ബഹുവർണ്ണ ഗ്ലാസ് താഴികക്കുടവുമായി ഒരു സ്മാരക മന്ദിരമുണ്ട്. അതിൻ്റെ ഗംഭീരമായ ഇസ്ലാമിക അലങ്കാരവും വാസ്തുവിദ്യാ സ്വഭാവവും ഡ്രസ്ഡനിൽ അറിയപ്പെടുന്ന മറ്റു സാധാരണ ബാറോക്ക് കെട്ടിടങ്ങളിൽ നിന്ന് അതിനെ വേറിട്ടതാക്കുന്നു. ഈ കെട്ടിടം പുകയില മസ്ജിദ് അഥവാ ടൊബാക്കോ മോസ്ക് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ജൂത ജർമ്മൻ വ്യവസായി ഹ്യൂഗോ സീറ്റ്സ് ഡ്രസ്ഡനിൽ എനിറ്റ്സെ ടൊബാക്കോ ആൻഡ് സിഗരറ്റ് ഫാക്ടറി എന്ന പേരിൽ ഒരു സിഗരറ്റ് കമ്പനി 1886 സ്ഥാപിച്ചതു മുതലാണ് പുകയില മസ്ജിദിൻ്റെ കഥ ആരംഭിക്കുന്നത്. ജനീസിയ എന്ന പുകയിലയ്ക്ക് പ്രശസ്തമായ ആധുനിക ഗ്രീസിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശത്തിൻ്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. സീറ്റ്സ് ഓട്ടോമൻ സാമ്രാജ്യത്തിൽ പുകയില ഇറക്കുമതി ചെയ്യുകയും തൻ്റെ ഫാക്ടറികളിൽ ടർക്കിഷ് മിശ്രിതം ഉപയോഗിച്ച് സിഗരറ്റുകൾ നിർമ്മിക്കുകയും ചെയ്തു. ബിസിനസ് വളർന്നപ്പോൾ ഒരു പുതിയ ഫാക്ടറി നിർമ്മിക്കാൻ തീരുമാനിച്ചു. അക്കാലത്ത് ഫാക്ടറികൾ എന്ന് എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയുന്ന കെട്ടിടങ്ങൾ നഗരത്തിനുള്ളിൽ നിർമ്മിക്കുന്നത് ഡ്രസ്ഡനിൽ നിരോധിച്ചിരുന്നു. അതിന് പരിഹാരമായി ഫാക്ടറി ആവശ്യത്തിന് അനുയോജ്യമായ ഓറിയൻ്റൽ ശൈലി ഹ്യൂഗോ സീറ്റ്സ് കണ്ടെത്തി. ഈ കെട്ടിടം സിറ്റി കൗൺസിലിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുക മാത്രമല്ല, ഓറിയൻ്റൽ സിഗരറ്റ് ബ്രാൻഡിൻ്റെ പരസ്യ സ്മാരകമായി പ്രവർത്തിക്കുകയും ചെയ്തു. 1907 ഹ്യൂഗോ സീറ്റ്സ് കെട്ടിടം രൂപകൽപ്പന ചെയ്യാൻ ആർക്കിടെക്ട് മാർട്ടിൻ ഹാമിറ്റ്ഷിനെ നിയമിച്ചു. അദ്ദേഹം പിന്നീട് അഡോൾഫ് ഹിറ്റ്ലറുടെ അർദ്ധസഹോദരിയെ വിവാഹം കഴിച്ചു. തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു പള്ളിയും കണ്ടിട്ടില്ലാത്ത ഹാമിറ്റ്ഷയ്ക്ക് തൻ്റെ ബ്ലൂ പ്രിൻ്റ് നിർമ്മിക്കാൻ കെയ്റോയിലെയും ആൻഡലൂസിയയിലെയും ശവകുടീരങ്ങളുടെയും പള്ളികളുടെയും ഫോട്ടോഗ്രാഫുകളെ അഭയം തേടേണ്ടി വന്നു. ആ സമയത്ത് ഡിസൈൻ വളരെ വിവാദമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ ഡ്രാഫ്റ്റിൻ്റെ പേരിൽ ആർക്കിടെക്ചർ ചേംബറിൽ നിന്ന് ഹാമിറ്റ്ഷിനെ പുറത്താക്കി. എന്നാൽ നഗരത്തിൽ തൻ്റെ ബിസിനസ് പിൻവലിക്കുമെന്ന് സീറ്റ്സ് ഭീഷണിപ്പെടുത്തിയപ്പോൾ അധികാരികൾ വഴങ്ങി. 2 വർഷത്തിന് ശേഷം ഫാക്ടറി തുറന്നു. ജർമ്മനിയിലെ ആദ്യത്തെ കോൺക്രീറ്റ് കെട്ടിടമാണിത്. വലിയ ഗ്ലാസ് കൊണ്ട് പൊതിഞ്ഞ താഴികക്കുടമുള്ള കെട്ടിടത്തിന് 600 വ്യത്യസ്ത ജനാലകളും ഉണ്ടായിരുന്നു. വെസ്റ്റേൺ ഫേഡിലെ ടൈലിൽ ചെയ്ത ഭിത്തി അലങ്കാരത്തിന് പ്രത്യേകം ഗ്ലേസ് ചെയ്ത ടൈലുകളിൽ മൂറിഷ് ഘടകങ്ങളുമായി സംയോജിച്ച നോവിയോ ആർട്ട് ആഡംബരമേകി. എനിറ്റ്സെ ഫാക്ടറിയിലെ മിനാരങ്ങൾ യഥാർത്ഥത്തിൽ മിനാരങ്ങളായിരുന്നില്ല, അത് ചിമ്മിനികളായിരുന്നു. കാരണം മേൽ പറഞ്ഞ പോലെ നിർമ്മാണ സമയത്ത് ഡ്രസ്ഡൻ്റെ ടൗൺ സെൻറ്ററിന് സമീപം ഫാക്ടറികളായി കാണപ്പെടുന്ന കെട്ടിടങ്ങളുടെ വിലക്കുകൾ ഒഴിവാക്കാൻ തന്ത്രപരമായി ചെയ്തതാണിത്. താഴികക്കൂടത്തിൻ്റെ ചുവട്ടിൽ ശക്തമായ ആർക്ക് ലാമ്പുകൾ അറബി ആശംസയായ സലാം അലൈക്കും അഥവാ നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ എന്ന വാക്കുകൾ പ്രകാശിപ്പിച്ചു. ജർമ്മനിയിലെ ആദ്യത്തെ നിയോൺ ചിഹ്നമായിരുന്നു ഈ അടയാളം. കമ്പനി നിർമ്മിക്കുന്ന സിഗരറ്റ് ബ്രാൻഡിൻ്റെ പേരുകളും സലാം അലൈക്കും, സലാം ഗോൾഡ് എന്നിങ്ങനെ ആയിരുന്നു. 1930 വരെ ഡ്രസ്ഡൻ രാജ്യത്തിൻ്റെ 60% സിഗരറ്റുകളും ഉൽപ്പാദിപ്പിച്ചിരുന്നു. എനിറ്റ്സെ പുകയില ഫാക്ടറി ജർമ്മനിയിലെ ഏറ്റവും വലിയ സിഗരറ്റ് നിർമ്മാണ കേന്ദ്രമായി ഉയർന്നു. അതിൻ്റെ പാരമ്യത്തിൽ ഫാക്ടറിയിൽ 1500 തൊഴിലാളികൾ ജോലി ചെയ്തു. ഫാക്ടറിക്കുള്ളിലെ തൊഴിൽ സാഹചര്യങ്ങളും അതിലെ സാമൂഹിക സംവിധാനവും മാതൃകാപരമായിരുന്നു. വെളിച്ചം നിറഞ്ഞ ഹാളുകൾ, എല്ലാ നിലയിലും നന്നായി വായുസഞ്ചാരമുള്ളതും പൊടിരഹിതവും മറ്റു സൗകര്യമുള്ളതുമായിരുന്നു. മുകളിലത്തെ നിലയിൽ ആഡംബരമായി സജ്ജീകരിച്ച ഒരു ക്യാൻറ്റീനും ക്യാൻവാസ് കസേരകളുള്ള വിശ്രമ സങ്കേതങ്ങളും ഉണ്ടായിരുന്നു. ജീവനക്കാർക്ക് ഉച്ചഭക്ഷണ ഇടവേളകളിൽ മേൽക്കൂരയുടെ ടെറസിൽ വിശ്രമിക്കാമായിരുന്നു. 2ാം ലോക മഹായുദ്ധ സമയത്ത് അമേരിക്കൻ ബോംബറുകൾ ഡ്രസ്ഡൻ നഗരത്തെ അവശിഷ്ടങ്ങളാക്കി മാറ്റി. ഫാക്ടറി കെട്ടിടത്തിൻ്റെ 1/3 ഭാഗവും സലാം അലൈക്കും എന്ന അടയാളം ഉൾപ്പെടെ നശിച്ചു. യുദ്ധവും ജർമ്മനിയുടെ വിഭജനവും അവസാനിച്ചതിന് ശേഷം ഈസ്റ്റേൺ റിപ്പബ്ലിക് 1953 ഫാക്ടറി ദേശസൽക്കരിക്കുകയും അസംസ്കൃത പുകയിലയുടെ ഒരു സ്റ്റോറാക്കി മാറ്റുകയും ചെയ്തു. 1990 ജർമ്മനിയുടെ പുനരേകീകരണത്തെ തുടർന്ന് കെട്ടിടം നവീകരിച്ച് മുകളിൽ ഗ്ലേസ് ഡോമിനുള്ളിൽ നഗരത്തിൻ്റെ 360 ഡിഗ്രി കാഴ്ച നൽകുന്ന റെസ്റ്റോറൻറ്റിനുള്ള ഓഫീസ് കെട്ടിടമാക്കി മാറ്റി. സലാം അലൈക്കും നിയോൺ ചിഹ്നം നിന്നിരുന്ന അതേ സ്ഥലത്ത് കെട്ടിടത്തിൻ്റെ യഥാർത്ഥ പേര് വ്യക്തമാക്കുന്ന ഒരു പുതിയ അടയാളം സ്ഥാപിച്ചു. ഇതാണ് പുകയില മസ്ജിദിൻ്റെ കഥ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ.